താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോകുക. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തിപ്പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപര്യം നന്നേ കുറവാണ്. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷം കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. മറ്റുള്ളവരെ സമ്പന്നരാകാതെ ആരും സമ്പന്നൻ ആകുന്നില്ല. വലിയ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ മനസ്സുകൾ നിർഭാഗ്യത്താൽ മെരുക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ മനസ്സുകൾ അവരെക്കാൾ ഉയർന്നുവരുന്നു. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷം കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. ഒരിക്കലും ആരംഭിക്കാത്ത യാത്രയാണ് അസാധ്യമായ ഒരേയൊരു യാത്ര. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയുമോ? ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾക്ക് കൂട്ടുനൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ്. മനോഭാവം ഒരു തെരഞ്ഞെടുപ്പാണ്. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണ്. ശുഭാപ്തി വിശ്വാസം ഒരു തെരഞ്ഞെടുപ്പാണ്. ദയ ഒരു തെരഞ്ഞെടുപ്പാണ്. നൽകുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. ബഹുമാനം ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതെന്തും നിങ്ങളെ മാറ്റുന്നു. വിവേകത്തോടെ തെരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് 97% ഉറപ്പാണ്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് ഞാൻ അത് കാര്യമാക്കുന്നില്ല എന്ന്. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന്. ജീവിതത്തിൻ്റെ 2 പ്രധാന സമ്മാനങ്ങൾ സൗന്ദര്യവും സത്യവും. ഞാൻ ആദ്യത്തേത് സ്നേഹനിർഭരമായ ഹൃദയത്തിലും രണ്ടാമത്തേത് ഒരു തൊഴിലാളിയുടെ കയ്യിലും കണ്ടെത്തി. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ആർക്കും നടക്കാൻ കഴിയുന്ന പൂന്തോട്ടം പോലെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരിക്കലും രൂപകൽപ്പന ചെയ്യരുത്. എല്ലാവരും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആകാശം പോലെ നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപകൽപ്പന ചെയ്യുക. നിങ്ങളെ മറ്റെന്തെങ്കിലും ആകാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ അസൂയ എല്ലായ്പ്പോഴും നാം അസൂയപ്പെടുന്നവരുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ നീണ്ടുനിൽക്കും. ഇന്നത്തെ കാലത്ത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും സംശയത്തോടെയും അവിശ്വാസത്തോടെയും ശത്രുതയോടെയും വീക്ഷിക്കപ്പെടുന്നു. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപര്യം കാണിക്കും. നിങ്ങളെ ഇണക്കി സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഠിനമായി ശ്രമിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരെ വിട്ടുകളയരുത്. കാരണം നിങ്ങളുടെ പോരായ്മകൾ മറികടക്കാൻ വേണ്ടത്ര ക്ഷമയുള്ള ഒരാളെ കണ്ടെത്തുന്നത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒന്നല്ല. അവരെ എന്തും വില കൊടുത്തും കൂടെ കൂട്ടുക. ഈ ലോകത്ത് ആരുമായും സ്വയം താരതമ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചു മാത്രം അവൾക്ക് നൽകുന്നു. എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവളുടെ സർവ്വതും നൽകുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. ഈ പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുകയായി. മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും ആത്മവിശ്വാസം ഉള്ളവർ ആകുക. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. നമുക്ക് ചുറ്റും കാണുന്ന ഓരോരുത്തരും ഓരോ വ്യക്തിത്വം ഉള്ളവരാണ്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം വ്യക്തിത്വം മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾക്ക് നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ്.
ഏതൊരു ഹൃദയത്തിനാണോ ആ മഹത്തായ കഴിവുള്ളത്, ആ ഹൃദയത്തിൻ ഉടമ ഒരിക്കലും പരാജയപ്പെടില്ല. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയും. ആകാശം പോലെയാണ് ചില സ്വപ്നങ്ങൾ. കാണാൻ സാധിക്കും, എങ്കിലും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു. പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു. സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയവും ഉണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. ജീവിതത്തിൻ്റെ ആദ്യ പകുതി രണ്ടാമത്തേതിന് വേണ്ടിയുള്ള കൊതിയിലും രണ്ടാം പകുതി ആദ്യത്തേതിൽ പശ്ചാത്തപിച്ചും ചിലവഴിക്കുന്നു. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ഉള്ളിൽ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ ദൈനംദിന ജീവിതത്തിൽ വളരെ ലളിതമായും നിസ്സാരമായും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. ചിന്തിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി. അതുകൊണ്ടായിരിക്കാം ചുരുക്കം ചിലർ മാത്രം അതിന് തയ്യാറാകുന്നത്. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ട്, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് 60 മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അവിവാഹിതനായി തുടരുമ്പോൾ കാലം പോകുന്തോറും അയാൾക്ക് അവിവാഹിതനായി തന്നെ തുടരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. മരണം നമ്മെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ഉള്ളിടത്തോളം മരണം ഇവിടെ ഇല്ല. അത് വരുമ്പോൾ നമ്മൾ നിലനിൽക്കുന്നുമില്ല. താൻ ഒരിക്കലും അതിൻ്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായി. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടിയും നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സ്വയം സ്നേഹിക്കുക. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത് പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക. മനസ്സൊരു പക്ഷിയാവട്ടെന്നേ. സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമാവട്ടെ.
പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയ ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് എപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിന് മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല, കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും.